നമസ്കാരം. പാർലമെന്റിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിൽ വാക്പോര്, അതായത് ഭരണ പ്രതിപക്ഷ വാക്പോര് വല്ലാണ്ട് അതിർത്തി കടക്കുന്നു. നിലവിൽ 17 ദിവസമായിട്ടും പാർലമെന്റിൽ അമിത്ഷായെ കാണാനില്ല. അല്ലെങ്കിൽ 17-ാം ദിവസം സഭ അവസാനിക്കാൻ, മൺസൂൺ സഭ അവസാനിക്കാൻ വെറും ഒരു ദിവസം ബാക്കി നിൽക്കുകയും വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ നേരിട്ട് വരണമെന്നും വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെടിവയ്പ്പിൽ കൃത്യമായിട്ടുള്ള മറുപടി രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായി പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട അമിത്ഷാ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ തയ്യാറാണെന്നുള്ളതും സഭയിലെ കാര്യങ്ങൾ നീക്കുപോക്കിന് വേണ്ടിയിട്ട് പ്രതിപക്ഷം തയ്യാറാവണം എന്നുള്ള രീതിയിലാണ് അമിത്ഷായും പറയുന്നത്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തോട്ട് പോയി എന്നുള്ളത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ഒരു ദിവസം സഭ കൂടാൻ വേണ്ടി ഏകദേശം 2 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 15x2 ഏകദേശം അപ്പോൾ തന്നെ ഒരു 30 കോടിയായി. മൊത്തം 17 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 34-36 കോടിയോളം ഇപ്പോൾ തന്നെ ഈ മൺസൂൺ സെഷന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഖജനാവിൽ നിന്ന് പോകുന്ന പൈസയെല്ലാം ജനങ്ങളുടെ പൈസയാണ്. അപ്പം ഇത്തരത്തിൽ പ്രതിപക്ഷം സ്വാഭാവികമാണ് ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ വിയോജിപ്പ്, അല്ലെങ്കിൽ അവർ ചെയ്ത ഏതെങ്കിലും ഏകാധിപത്യ പ്രവണതയെ ചോദ്യം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രക്ഷോഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമരം ചെയ്യുക എന്നുള്ളത് സർവ്വസ്വാഭാവികമാണ്. പക്ഷെ അത് അതിലിട്ട് പോകുന്നോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം നടക്കുന്നത്. കാരണം സഭ ഇതുവരെ കൂടാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. രാജ്യസഭയിലും ലോക്സഭയിലും അവസ്ഥ വ്യത്യസ്തമല്ല. അതിവിദൂരമല്ലാത്ത രീതിയിലോട്ടുള്ള, കണ്ടിട്ടില്ലാത്ത രീതിയിലോട്ടുള്ള ഒരു പോക്കാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൃത്യമായി ഇക്കാര്യത്തിൽ യുവാക്കളെ വെടിവെച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്ക് ബീഹാറിൽ AK-47 ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിവെപ്പാണ് നടന്നതെന്നുള്ളതും, ഡൽഹിയിൽ മറ്റു തരത്തിലുള്ള തോക്കുകളാണ് ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്, പെല്ലറ്റ് ആക്രമണമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതിൽ ഒരുപാട് യുവാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തിൻ്റെ യുവതലമുറയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ BJPയും കേന്ദ്ര സർക്കാരിൻ്റെ പോലീസും യുവാക്കളെ നേരിട്ടത്. അതിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിക്കാരും, അതിൽ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മറ്റെല്ലാ പാർട്ടിക്കാരും ഉണ്ട്, യുവാക്കൾ എന്നുള്ള രീതിയിലാണ് അവരവിടെ വന്നത്. ഒരു പാർട്ടിയുടെയും കൊടിയുടെ കീഴിലായിരുന്നില്ല. ഇത് വലിയ തരത്തിലുള്ള രാജ്യം കണ്ടതിൽ വെച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇമേജിൽ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിലൊന്നായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൃത്യമായി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാൻ കൃത്യമായിട്ട് കഴിയുന്ന നേതാവാണ് നരേന്ദ്രമോദി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിടറിയത് 2 വട്ടമാണ്. അത് രണ്ടും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സമരത്തിലല്ല. ഒന്ന് കർഷകരുടേത്, മറ്റൊന്ന് യുവാക്കളുടെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2019-20 കാലഘട്ടത്തിൽ കർഷക ആയിട്ട് ബന്ധപ്പെട്ട് BJP സർക്കാർ പാസ്സാക്കുന്നു. ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിൽ നിന്നും കർഷകർ നേരിട്ട് ഡൽഹിയിലേക്ക് വരുന്നു. കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഒരു 3 മാസം ഒരു വിഭാഗം നിൽക്കുന്നു, അവർ റിട്ടേൺ എടുക്കുമ്പോൾ അടുത്ത വിഭാഗം വരുന്നു. കൃത്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കർഷകർ മുമ്പോട്ട് വന്നത്. അത് ഫലം കാണുകയും ഏറ്റവും അവസാനം രാകേഷ് ടിക്കായത്തിൻ്റെയൊക്കെ മുമ്പിൽ മോദി മുട്ടുമടക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. പിൽക്കാലത്ത് പിന്നീട് അങ്ങോട്ട് 2026 എത്തിക്കഴിഞ്ഞാൽ യുവാക്കളുടെ സമരം, നീറ്റുമായി ബന്ധപ്പെട്ട UGC നെറ്റും UGC സെറ്റുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള എക്സാം പേപ്പറുകളും പേപ്പറുകളും ചോർന്നു പോകുന്നു. പല ട്യൂഷൻ സെൻ്ററുകൾക്ക് മുൻകൂട്ടി സാധനങ്ങളെല്ലാം കിട്ടും. ഇവരിൽ പലരും BJP നേതാക്കന്മാരുമായിട്ട് അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ BJPക്കാരോ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരല്ലാണ്ട് ഒരു മാർഗമില്ലാത്തൊരവസ്ഥ വരുന്നു. ഏറ്റവും അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ആവശ്യപ്പെട്ട യുവാക്കൾക്ക് മുമ്പിൽ മോദി അടിയറവ് വെക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ചോദിച്ചു വാങ്ങുന്നു. പിന്നീട് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് താൻ അങ്ങനെ ചോദിച്ചു വാങ്ങിയിട്ടൊന്നുമില്ല, താൻ സ്വമനസ്സാ കൊടുത്തതാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. പക്ഷേ എന്തിരുന്നാൽ പോലും ഒഡീസയുടെ നേതാവിന് കാലിടറി മോദിക്ക് കൂടെ പിടിക്കാൻ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ല. RSSും കൂടെ കൈവിട്ടു എന്നുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട പിന്നീട് TG മോഹൻദാസ് എന്നറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നതിലോട്ട് ഇന്നലെ മിഞ്ഞാന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് പോയി. അദ്ദേഹം പറഞ്ഞത്, ഞാനായിരുന്നു മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെടിവെച്ച് കൊല്ലുമായിരുന്നു, 3 വട്ടം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വെടിവെക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇമേജിനേറ്റ ഏറ്റവും വലിയ കോട്ടമാണിത്. അദ്ദേഹം എത്രയും പെട്ടെന്ന്, മറ്റേ കർഷക സമരമൊക്കെ നമുക്കറിയാം ഒരുപാട് മാസങ്ങളോളം നീണ്ടു നിന്നു കർഷക സമരം. പക്ഷേ യുവാക്കളുടെ സമരം 1 മാസം തികയുന്നതിന് മുമ്പേ അവസാനം അവർ നിരാഹാരം, സോനം വാങ്ചുങ് നിരാഹാരം നടക്കുന്നു. വലിയ തരത്തിലുള്ള ഇന്ത്യയിലോട്ട് ശ്രദ്ധ കിട്ടുന്നു. യുവാക്കളുടെ, നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം അത് ഇന്ത്യയാണ്. ആ യുവാക്കളെല്ലാം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരുമിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നു.
ഭരണം കൈവിട്ടു പോകുമോ എന്നുള്ള രീതിയിലോട്ട് വരെ എത്തുമ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങുന്നു. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പം ആ സമരത്തിൽ പങ്കെടുത്ത യുവാക്കൾക്ക് നേരെ പലതരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഒന്ന് പാകിസ്ഥാനി ബന്ധമുള്ളവരാണെന്നുള്ള തരത്തിലുള്ള BJPയുടെ പല സൈബർ ടീമുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ചൈനയിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യാൻ വന്നവരാണെന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ മോദി ചെയ്തത് അല്ലെങ്കിൽ BJP ചെയ്തത് കാര്യങ്ങളൊന്നും തെറ്റല്ല, അതൊക്കെ ശരിയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാക്കാം, അത് തെറ്റല്ല. സ്കൂളുകൾ വലിയ തരത്തിലുള്ള സൗകര്യമില്ല, ഒന്നും പൈസ ഒന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല, അതും തെറ്റല്ല. പിന്നെ തെറ്റെന്താണ്? ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തതിനെതിരെ പ്രതിഷേധം നടത്തിയതാണ് തെറ്റ്. അപ്പം ഇതാണ് BJPയുടെ ഒരു പോളിസി എക്കാലത്തും ഉള്ളത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല. കാരണം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് എനിക്ക് പലപ്പോഴും BJPയെ തോന്നിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത പോലും വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായ ഒരു രാജ്യമാണ് നമ്മുടേത്. ഇന്ന് വരെ അത് കൃത്യമായി തെളിയിക്കാനോ കൂടെ പഠിച്ചത് ആരൊക്കെയെന്ന് പറയാനോ പറ്റാത്തൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാതിനിധ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഇത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുമ്പോൾ മോദി വരെ ഏറ്റവും അവസാനം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം അമിത്ഷാ രാജ്യസഭയിലും ലോക്സഭയിലും കൃത്യമായിട്ടുള്ള മറുപടി പറയണമെന്നും മൺസൂൺ സഭ അവസാനിക്കാൻ ദിവസങ്ങൾ എന്ന് പറയുന്നില്ല, നാളത്തോടെ അവസാനിക്കുമ്പോൾ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അമിത്ഷാ ഒന്നും പറയുന്നില്ല. ഇന്ന് 2 മണിക്കും സഭ നിർത്തിവെച്ച വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. അപ്പം ഇനി സഭ ചേരുമ്പോൾ ചേർന്നാൽ തന്നെ അമിത്ഷാ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അമിത്ഷാ ഇന്ന് വരെ കാണാത്ത അമിത്ഷായുടെ വെപ്രാളം അത് വളരെ പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലടക്കം കാര്യങ്ങൾ വളരെ കൃത്യമാണ്. കാരണം അമിത്ഷായെ RSSും കൈവിടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ. കാരണം അമിത്ഷായാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അദ്ദേഹമാണുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി. കാരണം പോലീസ് എന്ത് ചെയ്യാനും ആഭ്യന്തര വകുപ്പ് ഉത്തരവിടണം. അപ്പോൾ വിദ്യാർത്ഥികളെ വെടിവെക്കാൻ വേണ്ടി ആര് ഉത്തരവിട്ടു, ആരാണ്? അപ്പോൾ ചോദ്യം വളരെ ക്ലിയറാണ്. ആരാണ് വെടിവെച്ചത്, ആർക്കാണ് വെടികൊണ്ടത്? ഉത്തരം ഒന്നേ ഉള്ളൂ, യുവാക്കൾക്ക്. 2, ആരാണ് വെടിവെച്ചത്? അതിനും ഉത്തരം ഒന്നേ ഉള്ളൂ, പോലീസ്. 3, ആരാണ് പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്? ഉത്തരം വളരെ കൃത്യമാണ്, അമിത്ഷാ. അപ്പോൾ ആര് മുഖാന്തരം അല്ലെങ്കിൽ ആര് പറഞ്ഞാലേ പോലീസ് വെടിവെക്കുള്ളൂ? അപ്പോഴും ഉത്തരം വളരെ കൃത്യമാണ്, അമിത്ഷാ. അല്ലെങ്കിൽ പിന്നെ അമിത്ഷാ പറയാണ്ട് പോലീസ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വെടിവെച്ച് യുവാക്കളിലോട്ട്, ഇങ്ങനെ ഒരു നരേഷൻ BJP കൊടുക്കേണ്ടി വരും. അപ്പം ഒന്നല്ലെങ്കിൽ പോലീസാണ് ഇതിൻ്റെ കുറ്റവാളി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന് മെല്ലെ തലയൂരം. അതല്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ് പോലീസ് ചെയ്തത് എന്നുള്ള കാര്യം വരും. അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത പ്രക്ഷോഭം, അടുത്ത രാജി നിതിൻ ഗഡ്കരിക്ക് മുമ്പേ രാജി ആവശ്യപ്പെടാൻ പോകുന്നത് അമിത്ഷായുടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാത്രമല്ല BJP ഇതുമായി ബന്ധപ്പെട്ട RSSൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മോഹൻ ഭഗവത് അടക്കം യുവാക്കളുമായി നേരിട്ട് സംസാരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ പറഞ്ഞത്, രാജ്യത്തിൽ പ്രതിഷേധിക്കുന്നവരെ എല്ലാം തീവ്രവാദികളായി മുദ്ര കുത്തേണ്ട ആവശ്യമില്ല, യുവാക്കളുടെ ആവശ്യം വളരെ ന്യായമാണ് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അഭിജിത്ത് ദീപ്കെ പോലും പറഞ്ഞത്, നിങ്ങൾ ആദ്യം മോഹൻ ഭഗവത് പറയുന്നത് കേൾക്കൂ, അദ്ദേഹം RSSൻ്റെ സൈദ്ധാന്തികനും RSSൻ്റെ നേതാവുമാണല്ലോ, ആദ്യം നിങ്ങൾ മോഹൻ ഭഗവത് ജി പറയുന്നത് കേൾക്കൂ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറയും. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം, മോദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോയിരിക്കുന്നു. കാരണം മോഹൻ ഭഗവത് അവരെ കൈവിടുന്നു, RSS വ്യത്യസ്തമായ തീരുമാനമെടുക്കുന്നു, BJP വേറെ നിലപാടെടുക്കുന്നു. ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ഗ്യാപ്പ്, ഡിസ്റ്റൻസ് വളരെ വലുതാണ്. ഇത് ഇനി എങ്ങനെ ഫില്ലാക്കും എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കും. കാരണം നമുക്കറിയാം 2024 ലോക്സഭാ ഇലക്ഷനിൽ മോദി പറഞ്ഞ വിവാദമായൊരു പ്രസ്താവന, താനൊരു ബയോളജിക്കൽ ഹ്യൂമൻ അല്ല എന്ന് വരെ മോദി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് RSS പരസ്യമായി രംഗത്ത് വരുന്നു. അതിൻ്റെ കൃത്യമായുള്ള പ്രതിഫലനം നമ്മൾ UPയിൽ കണ്ടതാണ്. 80ഓളം സീറ്റുകൾ, ഏകദേശം 43-44 സീറ്റ് കിട്ടിയത് ഇന്ത്യ മുന്നണിക്കാണ്. ബാക്കി വരുന്ന സീറ്റുകൾ 34ഓളം സീറ്റുകളാണ് പിന്നീട് ഈ പറയുന്ന പോലെ BJPയുടെ NDAക്ക് കിട്ടിയത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇത്തരത്തിൽ RSSനെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ RSSനെ ചൊടിപ്പിച്ചുകൊണ്ട് അമിത്ഷാ നീങ്ങിക്കഴിഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അമിത്ഷായുടെ കസേല വരെ RSS വലിച്ചൂരിയെടുക്കും എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് ഇനി അമിത്ഷാ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതും, അദ്ദേഹത്തിന് എത്ര കാലം പാർലമെൻറ്റിൽ നിന്ന് മുങ്ങി നടക്കാൻ സാധിക്കും, എത്ര കാലം യുവാക്കൾക്ക് മുഖം കൊടുക്കാണ്ട് നടക്കാൻ പറ്റും, എത്ര കാലം മാധ്യമങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല. കാരണം ഡൽഹിയിലെ അല്ലെങ്കിൽ നാഷണൽ ലെവലിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഗോധി മീഡിയയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും, ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനിയുള്ള അമിത്ഷായുടെ നിലപാടുകൾ എന്നുള്ളതും, അദ്ദേഹം രാജ്യസഭയിലോ ലോക്സഭയിലോ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്നുള്ളതും, തെറ്റ് തൻ്റെതാണെങ്കിൽ അദ്ദേഹം തെറ്റ് പറ്റി എന്നുള്ളത് തുറന്ന് പറയുമോ എന്നുള്ളതും വലിയ തരത്തിലുള്ള ആകാംക്ഷ നൽകുന്ന ഒന്നാണ്. എന്തായാലും അമിത്ഷായെ കൊണ്ട് പ്രതിപക്ഷം ഒതുങ്ങിയിരിക്കൂ അല്ലെങ്കിൽ അടങ്ങിയിരിക്കൂ എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്.
ഒന്നല്ലെങ്കിൽ അമിത്ഷായുടെ മാപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജി. ഇത് രണ്ടിലൊന്നല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ മാർഗ്ഗമല്ല. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് RSSുമായി തെറ്റേണ്ടി വരും. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJPയും യുവാക്കളും അല്ലെങ്കിൽ രാജ്യത്തെ ജനതയും തമ്മിലുള്ള അകൽച്ച വളരെ വലുതാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ ബീഹാർ ഇലക്ഷനിൽ പ്രശാന്ത് കിഷോർ ജയിക്കുന്നത് കണ്ടത്. 19,300 പരം വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചത്. BJPയുടെ കഴിഞ്ഞ 1995 മുതൽ 2026 വരെ അവരുടെ കോട്ടയായിരുന്ന, എങ്ങനെ ജയിച്ചാലും തലകുത്തി മറിഞ്ഞാലും ഒരു 50,000-30,000 വോട്ട് മിനിമം കിട്ടുന്ന ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഹിന്ദുസ് ഉള്ള, ഏറ്റവും കൂടുതൽ BJPക്ക് ഹോൾഡ് ഉള്ള അർബൻ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം സേഫ് സോണാണ്. BJP എക്കാലത്തും വളരുന്നത് വില്ലേജിലല്ല, അർബൻ ഏരിയകളിലാണ്. അപ്പം അർബൻ ഏരിയയിലെ വോട്ട് വരെ ഒലിച്ചു പോകുന്നു എന്ന് പറയുമ്പം അത് BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല RSSനും ഇത് വലിയ പ്രശ്നമാണ്. കാരണം BJP പോയി കഴിഞ്ഞാൽ അവിടെ വരാൻ പോകുന്നത് BJPക്ക് പകരം പിന്നീട് കോൺഗ്രസ് ആവാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം RSSന് നിരോധിക്കുന്നു വരെ മല്ലികാർജുൻ കർണാടകയിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അവിടെ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം നടക്കുന്നത്. അതുകൊണ്ട് RSSന് വേണ്ടത് BJP ഭരണത്തിൽ വരണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ BJP ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്താൽ അത് RSSനെയും ചൊടിപ്പിക്കും എന്നുള്ളത് കൃത്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം അമിത്ഷാ എന്ത് തരത്തിലുള്ള മറുപടിയാണ് ഇനി കൊടുക്കാൻ പോവുക എന്നുള്ളത്.